ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ശാലിനി കോടതിയിലേക്ക് എത്തുന്നതാണ്. കാർത്തിക ജീവനോടുള്ളതിൻ്റെ തെളിവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ശാലിനി പറയുമ്പോൾ ഇത് കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് മധുശ്രീയും ചന്ദ്രബോസും. തുടർന്ന് ശാലിനി കാർത്തിക എന്ന് വിളിക്കുമ്പോൾ കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നു. അതേസമയം കിണറ്റിൽ വീണ കാർത്തികയെ രക്ഷപ്പെടുത്തിയതും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കയ്യിൽ നിന്നും ബുള്ളറ്റ് എടുത്തതും ഒക്കെ തന്നെ ഓർക്കുകയാണ് ശാലിനി. അങ്ങനെ കാർത്തിക കോടതിയിലേക്ക് കയറി വരുമ്പോൾ കാർത്തികയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് മധുശ്രീയും ചന്ദ്രബോസും. കാർത്തികയെ കണ്ടതിന് ശേഷം ജഡ്ജി പറയുകയാണ്, ഈ കുട്ടിയെയും സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ കുട്ടിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അന്ന് വിവാഹ മണ്ഡപത്തിൽ നിന്നും മധുശ്രീ തന്നെ തലക്കടിച്ച് വീഴ്ത്തിയപ്പോൾ തൊട്ടുള്ള എല്ലാ കാര്യങ്ങളും കാർത്തിക കോടതിയിൽ പറയുകയാണ്. ഇതെല്ലാം കേട്ട് ഞെട്ടലോടെയും പേടിയോടെയും നിൽക്കുകയാണ് മധുശ്രീ. വിഷ്ണുവേട്ടൻ തീർത്തും നിരപരാധിയാണെന്നും അദ്ദേഹത്തിനെ വിടണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളതെന്നും കാർത്തിക പറയുന്നു. തുടർന്ന് അർജുൻ പറയുകയാണ്, എന്നാൽ എല്ലാത്തിൻ്റെയും പിന്നിൽ മധുശ്രീ മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ നിയമപാലകനായ ഒരാൾ കൂടിയുണ്ട്. അയാളാണ് ഈ കുതന്ത്രങ്ങളെല്ലാം തന്നെ പ്ലാൻ ചെയ്തത്. അത് ആരാണ് അർജുൻ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ അർജുൻ പറയുകയാണ്, ACP ചന്ദ്രബോസ്. ഇത് കേൾക്കുന്ന ചന്ദ്രബോസ് ഞെട്ടലോടെ എല്ലാവരെയും നോക്കുകയാണ്. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്ത പ്രതിയോട് അല്പം ബ്രൂട്ടലായിട്ടൊക്കെ പെരുമാറേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാ. പക്ഷേ ഡിഫൻസ് വക്കീൽ പറയുന്നത് പോലെ ഉള്ള കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലെന്നും ടെൻഷനോടെ പറയുകയാണ് ചന്ദ്രബോസ്. നിങ്ങളിങ്ങനെ അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ പറയാതെ എന്തെങ്കിലും തെളിവ് നിങ്ങൾക്കുണ്ടോ എന്ന് അമീർ ചോദിക്കുമ്പോൾ ശാലിനിയെ വിസ്താരത്തിനായി വിളിക്കുകയാണ് അർജുൻ. എന്താണ് ശാലിനിക്ക് പറയാനുള്ളതെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ACP ചന്ദ്രബോസ് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ചെയ്തിട്ടുള്ളത്. വിഷ്ണുവേട്ടന് വിഷം കൊടുത്ത് കൊല്ലാൻ വരെ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട്. വിഷ്ണുവേട്ടൻ ജയിലിൽ നിന്നും ആഹാരമൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അമ്മയെ കൊണ്ട് ആഹാരം ഉണ്ടാക്കിപ്പിക്കുകയും അത് സ്റ്റേഷനിൽ കൊണ്ടുവന്നപ്പോൾ അതിൽ വിഷം ചേർത്ത് വിഷ്ണുവേട്ടന് നൽകുകയും ചെയ്തു. കൃത്യസമയത്ത് ഞാൻ എത്തിയത് കൊണ്ട് മാത്രമാണ് വിഷ്ണുവേട്ടൻ രക്ഷപ്പെട്ടത്. ഈ പറയുന്നതിനൊക്കെ തെളിവുണ്ടോ? തെളിവുകളാണ് കോടതിക്ക് ആവശ്യമെന്ന് അമീർ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, ചന്ദ്രബോസ് ഭക്ഷണത്തിൽ വിഷം ചേർക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, കൂടാതെ ഡോക്ടറിൻ്റെ റിപ്പോർട്ടും. തുടർന്ന് അർജുൻ ഈ തെളിവുകളെല്ലാം തന്നെ ജഡ്ജിക്ക് നൽകുകയാണ്. ഇതെല്ലാം കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രബോസ്. എന്താ അമീർ അബ്ദുള്ളക്ക് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ് അർജുൻ. ഇതെല്ലാം കേട്ട് തലകുനിച്ച് നിൽക്കുകയാണ് അമീർ അബ്ദുള്ള. അതേസമയം താൻ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ശാലിനി വിഷ്ണുവിനെ നോക്കി മനസ്സിൽ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.